ഹായ് ഫ്രണ്ട്സ്, എൻ്റെ സോളോ റൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഛത്തീസ്ഗഡിലെ റായ്പൂർ വഴി ഒറീസയിലെ തലസ്ഥാനമായ ഭുവനേശ്വർക്കാണ് എൻ്റെ യാത്ര. അതിൽ വഴിയിൽ സരൈപാലി എന്നൊരു സ്ഥലത്തിനടുത്ത് ബാൻവാർപൂർ എന്ന ഒരു വില്ലേജിലായിരുന്നു എൻ്റെ താമസം. അവിടെ നിന്ന് ഞാൻ രാവിലെ യാത്രയായി. യാത്രയിൽ മിക്ക സ്ഥലങ്ങളും റോഡുകളും ഗ്രാമീണ ഏരിയയിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ ഗ്രാമീണ ഏരിയയിൽ കൂടെ കടന്നു പോകുന്ന ചില NHകളെല്ലാം സിംഗിൾ വേയിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒത്തിരി കൃഷിസ്ഥലങ്ങളും, ഈ കൃഷിസ്ഥലങ്ങൾ എല്ലാം തന്നെ വിളവ് കഴിഞ്ഞ് കിടക്കുന്ന സമയമാണ്. ഇവിടെ നിന്ന് ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വർക്ക് ഏകദേശം ഒരു 475 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിച്ച് ഇന്നവിടെ എത്താൻ ബുദ്ധിമുട്ടാണ്. വഴിയിലെവിടെയെങ്കിലും തങ്ങണമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒറീസയുടെ സംസ്ഥാനത്ത് അങ്കുൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. 350 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ചെറിയ ടൗണാണ്. അവിടെ റൂം എടുക്കാൻ തീരുമാനിച്ചിട്ടാണ് യാത്ര. പോകുന്ന വഴിയിൽ എവിടെ വെച്ചോ ഒറീസ സംസ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ എവിടെ വെച്ചാണെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ ഇത് മനസ്സിലാക്കാൻ, അതായത് എവിടെയും ഒരു സൈൻ ബോർഡ് കണ്ടില്ല. അതുകൊണ്ട് ഏത് ഭാഗത്ത് വെച്ചാണോ ഒറീസ സംസ്ഥാനത്തേക്ക് കടന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇവിടുത്തെ കൃഷി ഏരിയകളെല്ലാം തന്നെ വിളവ് കഴിഞ്ഞതിൽ ഉള്ള പാടങ്ങളെല്ലാം കത്തിച്ചിട്ടിട്ടുണ്ട്. അതായത് അടുത്ത പൂവലിന് മുമ്പ് കൃഷി സ്ഥലങ്ങൾ കത്തിക്കുന്നുണ്ട്. ഇത് ഉത്തർപ്രദേശിലും ഹരിയാനയിലും പഞ്ചാബിലൊക്കെ ഇങ്ങനെ പാടങ്ങൾ കത്തിച്ച് കരിമ്പ് പാടങ്ങളും കത്തിക്കുമ്പോൾ അത് ഭയങ്കര പൊല്യൂഷനായിട്ട് മഞ്ഞുകാലത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് പുക അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്നു പോകാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ച് കേൾക്കാം. ഇത് വലിയ പൊല്യൂഷന് ഇടവരുത്തുന്നു. അതുകൊണ്ട് ഡൽഹിയിൽ ആഴ്ചകളോളം സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കും. ഓഫീസുകൾക്കും അവധിയൊക്കെ കൊടുത്തത് നമ്മൾ ഈ മഞ്ഞുകാലത്ത്, അതായത് ശൈത്യകാലത്ത് നമ്മൾ വായിച്ചറിഞ്ഞതാണ്. ഈ സരൈപാലി എന്ന് പറഞ്ഞ ഈ ചെറിയ പട്ടണം ഛത്തീസ്ഗഡിലെ മഹാസമുദ് ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ്. ഈ സരൈപാലിയിൽ നിന്ന് അങ്കുൽ എത്തുന്നതുവരെ വില്ലേജിലൂടെയായിരുന്നു യാത്ര. വഴിയരികിൽ നിറച്ച് കൊച്ചു വീടുകളും കുടിലുകളും അതിൽ കാലിവളർത്തലുമൊക്കെയായി പല ഗ്രാമങ്ങളും ഈ റോഡുകളിൽ നിന്ന് ഉള്ളിൽ നടവഴിയിലൂടെ അകലങ്ങളിൽ ആണ് അവിടെ തിങ്ങി പറക്കുന്നത്. ധാരാളം ഭൂമി കൃഷി ഇറക്കുന്നത് കൃഷി. റായ്പൂർ സിറ്റിയിൽ നിന്ന് 157 കിലോമീറ്റർ മാറി ഛത്തീസ്ഗഡിൻ്റെയും ഒറീസയുടെയും അതിർത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനോ വിമാനത്താവളങ്ങളോ ഇല്ലാത്ത ഒരു ചെറിയ പട്ടണമാണ്. അങ്കുൽ ഒഡീഷയിലെ ഒരു ജില്ലയാണ്. അങ്കുൽ തന്നെയാണ് ഈ ജില്ലയുടെ ആസ്ഥാനം. നഗരം വിപുലമായ വനമേഖലയും കൽക്കരി, അതേപോലെ ബോക്സൈറ്റ്, സ്റ്റീൽ എന്നിവയുടെ വ്യവസായങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട്. ഒരു പഠനത്തിൽ ഏറ്റവും ഭീതിജനകമായ രീതിയിൽ മലിനീകരണമായ 10 ഇന്ത്യൻ നഗരങ്ങളിൽ ഒന്നാണ് അങ്കുൽ ജില്ല എന്നാണ് പറഞ്ഞത്. നല്ല നിലവാരമുള്ള കൽക്കരി ഖനനം ചെയ്യുന്ന രാധികാപൂർ വെസ്റ്റ് കൽക്കരി ബ്ലോക്ക് അങ്കുൽ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ യാത്ര വഴിയെല്ലാം വിജനമായത് കാരണം ഒരു ബൈക്ക് റൈഡിങ് മാത്രമേ നടന്നുള്ളൂ എന്ന് പറയാം. ഇന്ന് വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും തന്നെ കാണാൻ കിട്ടിയില്ല. പോകുന്ന റൂട്ടിൽ അങ്കുൽ ടൗണിൽ നിന്ന് 125 കിലോമീറ്റർ മാത്രമേ ഭുവനേശ്വർ നഗരത്തിലേക്കുള്ളൂ. ഒറീസയുടെ തലസ്ഥാനമാണ് ഭുവനേശ്വർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കത്താ ദൂരത്ത് പാടശേഖരങ്ങളാണ്. ഈ വഴി തിരഞ്ഞെടുക്കാൻ കാരണം ഇത് ഒറീസയുടെയും ഛത്തീസ്ഗഡിൻ്റെയും വില്ലേജ്
ഏരിയയിൽ കൂടെയുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ, ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ കാരണം. വേറെ NH കടന്നു പോകുന്ന റൂട്ടുകളുണ്ട്. ജാംബാൽപൂർ കട്ടക്ക് ഹൈവേ ഉണ്ട്, അത് ഒഴിവാക്കി. അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് കൽക്കട്ടയ്ക്ക് പോകുന്ന ഹൈവേയും ഉണ്ടായിരുന്നു, അതും ഒഴിവാക്കിയാണ് ഈ ഒറ്റവരി പാതയിലൂടെ സഞ്ചരിച്ചത്. നമുക്ക് ഗ്രാമീണ മേഖലകളെല്ലാം എങ്ങനെയുണ്ട് ഒറീസയുടെയും ഛത്തീസ്ഗഡിൻ്റെയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പാത തിരഞ്ഞെടുത്തത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അത്ര ഈ സിംഗിൾ വേ റൂട്ടിലും അത്ര ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകൾ കണ്ടില്ല. കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം, ഇതുപോലെ കാണുന്ന പോലെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത് കണ്ടുള്ളൂ. മിക്കതും ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പോകുന്ന ചെറിയ പോക്കറ്റ് റോഡുകൾ ഉള്ളിലേക്കുണ്ട്. അതിൻ്റെ ഉള്ളേരിയകളിൽ എവിടെയാണ് ഗ്രാമവാസികൾ ഒത്തുകൂടി താമസിക്കുന്ന പഞ്ചായത്തുകൾ ഉള്ളത്. ഇതുപോലെ കാണുന്ന ചെറിയ റോഡിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിച്ചാൽ അങ്ങോട്ട് എത്താം. പക്ഷേ നമ്മൾ സോളോ റൈഡായ കാരണം ഒറ്റയ്ക്കുള്ള ചില സ്ഥലങ്ങളിലുള്ള പോക്കൊക്കെ എങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങൾ നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാവും എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ഒരു ഭയപ്പാടിൻ്റെ ഇതിൽ അതൊക്കെ ചിലതൊക്കെ ഒഴിവാക്കിയാണ് മുന്നോട്ട് പോയത്. എന്നാലും എൻ്റെ ഇത്രത്തോളം യാത്രയിൽ എന്നോട് നല്ല രീതിയിലാണ് പെരുമാറ്റങ്ങളുണ്ടായത്. നമ്മൾക്ക് വേദനാജനകമായ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. ജനങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു നമ്മൾ പേടിക്കുന്ന അത്ര അവർ എന്താ പറയുക, ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കാൻ പറ്റുന്നവരൊന്നല്ല അവർ, പാവങ്ങളാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ വണ്ടി നിർത്തുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഇവിടെ പിക്ചറിൽ കാണാം, അവിടെ ഏറ്റവും അതായത് ഒരു 100cc ഇങ്ങനെ ബജാജിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളിലെ ഏതെങ്കിലും ഒരു 100cc ബൈക്ക് അല്ലാതെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബുള്ളറ്റൊന്നും കണ്ടിട്ടില്ല ആ ഭാഗത്ത്. കൂടുതലും ഈ ഗ്രാമവാസികൾ സൈക്കിളുകളും അതിലൊക്കെയാണ് സഞ്ചാരം. അപ്പോൾ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ചായ കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒക്കെ നിർത്തുമ്പോൾ തന്നെ എൻ്റെ ഈ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റ്യൂർ ബൈക്ക് കാണാൻ ഒത്തിരി ചെറിയ യുവാക്കളൊക്കെ തടിച്ചു കൂടാറുണ്ട്. അപ്പോൾ പാവങ്ങളായിരിക്കാം അവർ മിക്കതും, നമുക്കത് അറിയില്ല. ഇന്നത്തെ യാത്ര ഈ ഗ്രാമങ്ങളിലൂടെ ആയ കാരണം ഇന്ന് അധികം വേറെ ഒന്നുമില്ല, കുറച്ച് സമയത്തേക്കുള്ളൂ, ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കടയിൽ നിന്നുള്ള ലേശം പച്ചരിച്ചോറൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഭക്ഷണമാണ്. മിക്ക സ്ഥലത്തൊന്നും ഈ വൈറ്റ് റൈസ് തന്നെ കിട്ടാറില്ല, ചപ്പാത്തി കഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇത് ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ ഇട്ടുള്ള ഒരു കറിയും, മറ്റൊന്ന് ഇതുപോലെ തന്നെ ദാൽ ഫ്രൈയും പിന്നെ അങ്ങനെയുള്ള ഒരു സബ്ജിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഭക്ഷണവും കഴിച്ച് ഇന്ന് യാത്ര അങ്കുലിൽ അവസാനിപ്പിച്ചു.